പിന്നെ ഞാൻ ശ്രദ്ധിച്ചാണേ, ഇതിനിങ്ങനെ ഒരു പീസും ഇവർ വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് ചോദിച്ചു നോക്കാം. രണ്ടിലും കണ്ടായിരുന്നു. ബ്രോ ആ ഹാൻഡിൽ എന്താ വെച്ചേക്കണേ? ഹാൻഡിൽ ആ ഹലോ യൂട്യൂബ്, വെൽക്കം ചെയ്യുന്ന വീഡിയോ. അതെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ഹണ്ടർ ത്രിഫ്റ്റാണ്. ഈ വർഷം റോയൽ എൻഫീൽഡ് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇപ്പോൾ എല്ലാ വണ്ടിക്കും നമുക്ക് LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ലീനിയർ ആയിട്ടുള്ള സ്പ്രിങ് മാറ്റിയിട്ട് പ്രോഗ്രസ് സ്പ്രിങ് ആക്കിയിട്ടുണ്ട്. സോ കുറച്ചും കൂടി ബെറ്റർ കംഫർട്ടാണ്. ഞാൻ കുറച്ച് ഓടിച്ചായിരുന്നു, അത് വെച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഇതും പഴയതും വെച്ച് നോക്കുമ്പോഴത്തേക്കും. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ മെട്രോ മോഡലിൻ്റെ എല്ലാത്തിനും നമുക്കിപ്പോൾ ട്രിപ്പർ ആ സ്റ്റാൻഡേർഡാണ് വരുന്നത്. പിന്നെ മെക്കാനിക്കലി നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ സ്ലിപ്പ് ആൻഡ് ക്ലച്ചും വരുന്നുണ്ട്. പിന്നെ ഒരു മൈനർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എക്സോസിന്റെ റൂട്ടിംഗ് മാറ്റിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വിഷ്വലി പെട്ടെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഏകദേശം 10 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി എന്ന് അവർ പറയുന്നു. ഓക്കെ, സോ വേണമെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് മറ്റു കാര്യങ്ങളൂടി പറഞ്ഞു പോകാം. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു LED ഹെഡ്ലൈറ്റ് ആണ്. സ്റ്റിൽ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ നിന്ന് മേടിക്കാം. ഏകദേശം 4300 4200 ആ റേഞ്ചാണ്. ബട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരെണ്ണം പൊട്ടിയാൽ 4 എണ്ണം ഇട്ടേ മേടിക്കാൻ കിട്ടുള്ളൂ. നമ്മുടെ സാധാ ടിപ്പിക്കൽ ബൈക്ക് പോലെ ഒരെണ്ണം പൊട്ടുമ്പോൾ പെയർ ആയിട്ട് കിട്ടില്ല. യു ഹാവ് ടു ബൈ 4 of them. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 41 mm ഒരു 130 mm ട്രാവലുള്ള ഒരു ടെലസ്കോപ്പ് വർക്ക് വരുന്നുണ്ട്. അതിലിങ്ങനെ ഒരു കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. കുറച്ചും കൂടി ഒരു ബീഫറിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഒരു കവർ ഇരിക്കുന്നുണ്ട് തന്നെ. പിന്നെ താഴെ ഒരു 300 mm ഡിസ്ക് കാണാം. അൺബ്രാൻഡഡ് ആണ്. ഐ തിങ്ക് ദിസ് ഫ്രം ബൈ. പിന്നെ ഒരു 110 ടയർ C8-നെയാണ്. നൈലോൺ ടയേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ഹാർഡ് കോമ്പൗണ്ട് ആണ്. പിന്നെ ഫ്രണ്ടിൽ മെറ്റാലിക് അല്ല, പ്ലാസ്റ്റിക് ഒരു ഫെൻഡർ കാണാം. സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു എഞ്ചിൻ ആ ഒരു 349cc J സീരീസ് എഞ്ചിനാണ്. അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്തായിരുന്നു കമ്പയർഡ് ടു യൂസ് എഞ്ചിൻ. സോ ഏകദേശം 20 HP ആണ്. അറൌണ്ട് 6500 RPM. അതല്ല ഇംപ്രസീവ്. ഇതിന്റെ ടോർക്ക് തന്നെയാണ് 27 Nm ടോർക്ക്. ഹാറ്റ് വെറും 4500 RPM കിട്ടും. അതിൽ ഏകദേശം 30% ടോർക്ക് നമുക്ക് ബിലോ 3000 RPM തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഒരു ചാട്ടം നിങ്ങൾ ഫീൽ ചെയ്യല്ലേ, അതാണ് ഇതിലിപ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ പേഡ് വിത്ത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആൻഡ് സ്ലിപ്പർ ക്ലച്ച്. യെസ്, സ്ലിപ്പർ ക്ലച്ച് മാത്രമല്ല സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പർ ക്ലച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അഗ്രസീവ് ആയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ അങ്ങനെ കാര്യമൊന്നും ഉണ്ടാവില്ല. അസിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലച്ച് പുള്ള് കുറച്ചും കൂടി ഈസി ആവും. സോ നിങ്ങൾ സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിട്ട് ക്ലച്ച് പുള്ള് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു കുട്ടി എക്സോസ് കാണാം. വളരെ ഷോർട്ട് ആൻഡ് സ്റ്റബ് ആയിട്ടുള്ള എക്സോസ് ആണ്. റൈഡറിന്റെ ചെവിയുടെ നേരെ താഴെയാണ് ഈ ഒരു എക്സോസിന്റെ പൈപ്പ് വന്നിരിക്കുന്നത്. സോ ഒരു എക്സോസ് സൗണ്ട് കേട്ടുപിടിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു 13 ലിറ്ററിന്റെ മെറ്റൽ ടാങ്ക് ഉണ്ട്. ഏകദേശം E20 കംപ്ലൈന്റ് ആണ്, പേടിക്കേണ്ട. സേഫ് ഫ്രം നിതിൻ ഗഡ്കരി ഫോർ നൗ. നമുക്ക് ഏകദേശം 35 to 40 മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം നന്നായിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ 40+ കിട്ടിയവരുണ്ട്. സീറ്റ് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ 2025 കുറച്ചൊരു കുഷൻ കൂട്ടിയിട്ടുണ്ട്. 790 mm സീറ്റായിട്ട് വരുന്നത്. അത്ര ഒരു വലിയ സീറ്റായിട്ടുള്ള വണ്ടിയൊന്നും അല്ല ഈ ഒരു ഹണ്ടർ എന്ന് പറയുന്നത്. ഫിസിക്കലി അത്ര ഒരു വലിയ വണ്ടിയല്ല. ഒരു 140 സെക്ഷൻ ടയർ കാണാം. ഒരു 270 mm ഡിസ്ക് കാണാം. ഞാൻ പറഞ്ഞു ഡ്യുവൽ ചാനൽ ABS ആണ്. നമുക്ക് ABS ഓഫ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. റേഡിയൽ ടയർ ഒന്നുമില്ല കേട്ടോ വണ്ടിക്ക്. ഇപ്പോഴും നല്ല ഹാർഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള നൈലോൺ ടയേഴ്സ് ആണ്. ഇത് CN ടയറാണ്. ഒരു ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞു നിൽക്കുവാണെങ്കിൽ LED ആക്കാം. ബട്ട് യു ഹാവ് ടു പോയി എക്സ്ട്രാ 4200. ഒരു ഗ്രാബറിൽ കാണാം. അത് ഭയങ്കര താണാണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, സീറ്റിൽ നിന്ന് ഭയങ്കര താണായിരിക്കുന്നത്. സോ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ കുറച്ചൊന്ന് താന്ന് കൈ വെച്ച് പിടിക്കേണ്ടി വരും. പിന്നെ വളരെ നിറഞ്ഞിരിക്കുന്ന ഒരു സാരി കാർഡ് കാണാം. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇറ്ററേഷനിൽ എല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നത് ഒന്ന് ക്ലച്ച്, വളരെ ഹെവി ആയിട്ടുള്ള ക്ലച്ച്. പിന്നീട് പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഈ ഒരു സസ്പെൻഷൻ ആണ്. യെസ്, അത് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്പ്രിംഗ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ കുറച്ചും കൂടി ബെറ്റർ റൈഡിങ് കംഫർട്ട് ആണ്. ഇപ്പോൾ ടൂറിങ്ങിനൊക്കെ ആണെങ്കിലും കൊണ്ടുപോകാം. ഈവൻ ടൂറിങ്ങിന് കൊള്ളുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കേടില്ല. ഞാൻ ഓടിച്ചിട്ട് പറയാം. ഓക്കെ, പിന്നെ ഡാഷ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെട്രോ വേരിയന്റിന് ഇപ്പോൾ ട്രിപ്പർ സ്റ്റോക്കാണ് വരുന്നത്. നമുക്കിതിൽ ഗൂഗിൾ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇതിൽ കാണിക്കും. വേറെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നുമില്ല. അതായത് കോൾ അലേർട്ട്, മെസ്സേജ് അലേർട്ട്, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള ഒരു ഫീച്ചറോ വണ്ടിക്ക് വരുന്നില്ല. പിന്നെ കൺസോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്പീഡോമീറ്റർ ഉണ്ട്. വണ്ടിക്ക് RPM മീറ്റർ ഇല്ലാതെ ശ്രദ്ധിക്കുക. പിന്നെ ടൈം, ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ, ട്രിപ്പ് F നമ്മളിവിടെ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ ഓടോ കാണാം. ട്രിപ്പ് A, ട്രിപ്പ് B, ദാറ്റ്സ് ഇറ്റ്. നമുക്കിവിടെ വാർണിംഗ്സ് ഒക്കെ താഴെ കാണിക്കുന്നുണ്ട്. ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വളരെ ചെറുതായി പോയി, കുറച്ച് വലുതാക്കായിരുന്നു. ഓക്കെ, സോ അതായിരുന്നു വണ്ടിയുടെ മൊത്തത്തിലൊരു വാക്കറൗണ്ട്. ഇനി ഞാൻ ഓടിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രാഫൈറ്റ് ഗ്രേ. ഏറ്റവും പുതിയ കളറാണ് കേട്ടോ. നമ്മുടെ മിഡ് വേരിയൻറ്റിൽ വരുന്ന റിയോ വൈറ്റിൻ്റെയും ഡാപ്പർ ഗ്രേയുടെയും ഒപ്പമുള്ള കളറാണ് 3rd കളർ. ഇത് ആക്ച്വലി ബ്ലാക്ക് ആണ്, മാറ്റ് ബ്ലാക്ക് ആണ്. ബട്ട് ഈ ഒരു ടാങ്കിൻ്റെ ഈ കളർ വെച്ചിട്ടാണ് അവർ ഗ്രേ എന്ന് പറയുന്നത്. ബ്ലാക്കിൽ ഈ ഒരു നിയോൺ ഗ്രീൻ ഫിനിഷ്, ലൈക്ക് ഈ ഒരു സ്റ്റിക്കറൊക്കെ ആണെങ്കിലും റിം സ്ട്രിപ്പൊക്കെ ആണെങ്കിലും ഒരു നിയോൺ ഗ്രീനാണ് കൊടുത്തേക്കുന്നത്. കൊള്ളാട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട്. മിഡ് വേരിയൻ്റ് തന്നെ നമ്മുടെ റിയോ വൈറ്റ് ഇരിക്കുന്നുണ്ട്. ഇതാണ് റിയോ വൈറ്റ് എന്ന് പറഞ്ഞ കളറ്. ഓളായി എൻ്റെ അമ്മോ. ഹാൻഡിൽ ബാർ പൊസിഷൻ കുറച്ചായിട്ട് മാറിയിട്ടുണ്ട്. വണ്ടി കുറച്ചും കൂടി ഹാൻഡിൽ അങ്ങോട്ടും ഈ ഒരു
ഹാൻഡിൽ എൻ്റെ ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി എന്നെ ഫേസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഒരു ക്ലച്ചും ബ്രേക്കൊക്കെ കുറച്ചും കൂടി അങ്ങോട്ടാണ്. ഈ FC-കാരിയൊക്കെ വെക്കില്ലേ, നോ 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 നോ. യെപ്പ്. ഈ ഒരു ഹണ്ടർ എന്ന് പറയുന്നത് ആക്ച്വലി 2 മെയിൻ വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്ന് റെട്രോയും ഒന്ന് മെട്രോയും. റെട്രോ റോട്ടിൽ കാണാനില്ല. റെട്രോ ആക്ച്വലി എന്താ പറയുക, ഒരു സ്പോക്ക് വീല്, സിംഗിൾ ചാനൽ ABS, പിന്നെ കുറച്ച് ഡിസൈൻ വൈസ് വ്യത്യാസമുണ്ട്. ഐ മീൻ ടെയിൽ ലൈറ്റ് വ്യത്യാസമുണ്ട്, പിന്നെ ഗ്രാബ് ഹാൻഡിൽ വ്യത്യാസമുണ്ട്, പിന്നെ എന്താ പറയുക ഇൻഡിക്കേറ്ററൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ സ്ക്രാമിൻ്റെ പോലത്തെ ഇൻഡിക്കേറ്റർ, അതായത് പഴയ ഹിമാലയൻ്റെ പോലത്തെ ഇൻഡിക്കേറ്ററൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. സോ അതാണ് ബേസ് വേരിയൻറ്റ്. നമുക്ക് അതിനാകെ ഒറ്റ കളറേ ഉള്ളൂ. ഫാക്ടറി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ കളറിലാണ് ആ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് ഏകദേശം നമുക്ക് ഇപ്പോൾ ഓൺ റോഡ് വരുന്നത് 1,68,000 രൂപയാണ്. നേരത്തെ 1,86,000 അത്രയും കണ്ടായിരുന്നു. സോ 1,68,000 രൂപയായിട്ട് അതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു മെട്രോ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. മെട്രോയിൽ നമുക്ക് ആക്ച്വലി 6 കളേഴ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടയറിൽ വരുന്നത് ടോക്കിയോ വൈറ്റ്, ലണ്ടൻ റെഡ്, റെബൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ടയർ കിടക്കുന്നത്. അതിന് ആക്ച്വലി നമുക്ക് 2,03,000 രൂപ ആയിട്ട് ഓൺ റോഡ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അതിനെന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കളർ വൈസ് മാത്രമേ പ്രത്യേകത ഉള്ളൂ. ഓ മാൻ, നല്ല കാര്യം ഉണ്ടായി ഇവിടെ എടുക്കണ്ട. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നേരത്തെ 2,21,000 ആയിരുന്നു കേട്ടോ. 2,21,000 നിന്നാണ് ആ വണ്ടി ഇപ്പോൾ 2,03,000 ആയിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. അത്ര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഈ വണ്ടിക്കൊക്കെ. പിന്നത്തെ ഒരു മോഡൽ ടയർ 2, അത് അതിൻ്റെ താഴെ കിടക്കുന്ന വേരിയൻ്റ് ആണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഡാപ്പർ ഗ്രേ, ഗ്രാഫൈറ്റ് ഗ്രേ ആക്ച്വലി പുതിയ കളറാണ്. അത് ആക്ച്വലി ബ്ലാക്ക്, ഒരു റിയോ വൈറ്റ് എന്നോട്ട് കളറുണ്ട്. സോ ഇതിന് മൂന്നിനും കൂടി നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,97,000 രൂപയാണ്. യെസ്, നേരത്തെ 2,15,000 രൂപ ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പോൾ 1,97,000 ആയിട്ട് കുറഞ്ഞേക്കുന്നത്. സോ അതൊരു മാസീവ് കട്ട് തന്നെയാണ് കേട്ടോ. 2,00,000 താഴെ നമുക്കിപ്പോൾ മെട്രോ വേർഷൻ ഓഫ് 100 കിട്ടുക എന്ന് പറഞ്ഞത് നല്ലൊരു ഡീൽ തന്നെയാണ്. മാൻ, ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഓടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്ത് ക്ലച്ച് തന്നെ കേട്ടോ. ക്ലച്ച് ഇപ്പോൾ നല്ല ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എഫേർട്ട്ലെസ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ണാപ്പീസ് നല്ല എഫേർട്ട്ലെസ് ആണ് ക്ലച്ചൊക്കെ. പിന്നെ ഗിയർ ബോക്സ് പറയണം, ഗിയർ ബോക്സ് ഏറെക്കുറെ നേരത്തെ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല ഗിയർ ബോക്സ് ആയിരുന്നു പ്രീവിയസ്ലി, വലിയ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. മാൻ, സീ ദ ടോർക്ക് മാൻ. ആ ഒരു 2000 RPM എത്തുമ്പോഴത്തേക്കും ആ ടോർക്ക് കിക്കും ചെയ്യുന്നുണ്ടോ, ബ്രില്യൻ. സിറ്റിയിലൊക്കെ ഓടിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ 5th ഗിയറിൽ 45 ചെയ്യുന്നത്. ഓ മാൻ, എന്ത് എഫേർട്ട്ലെസ് ആണെന്ന് നോക്കിയേ. വൻ പുള്ളൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ഈ ഒരു ഗിയറിൽ നിന്ന്. നിങ്ങൾ ഈ ഒരു ഗിയറിൽ കിടന്നിട്ട് ഏതെങ്കിലും വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് നടക്കില്ല. ഡീസൻറ്റ് പോക്കാണ്. ബട്ട് വണ്ടി ഒരു തരത്തിലുള്ള വൈബ്രേഷനോ പിന്നെ എന്താ പറയുക നോക്കിങ്ങോ കാര്യങ്ങളൊന്നും തരുന്നില്ല. ഈസി ആയിട്ട് പോകുന്നുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓ, സൗണ്ട് രക്ഷയില്ല മാൻ. ഓ ഡാം, ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഓ, പിന്നെ വെയിറ്റ് പറയണം. ഇങ്ങനെയുള്ള ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വണ്ടിക്ക് ഏകദേശം 181 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ആ വണ്ടിയാണ് ഇത്ര ഈസി ആയിട്ട് ഞാൻ ഫ്ലിക്ക് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓ മാൻ, സീ ദാറ്റ് ഫ്ലിക്കബിലിറ്റി മാൻ, എന്ത് എഫേർട്ട്ലെസ് ആണെന്ന് നോക്കിയേ. ഓ, സസ്പെൻഷൻ നൈസായിട്ടോ പറയണം. ബാക്ക് സസ്പെൻഷൻ റിയലി നൈസ്. ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടാണ്, ഒരാൾ എടുത്തിട്ട് എനിക്കറിയില്ല. ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ നല്ല രസമുണ്ട്. സസ്പെൻഷൻ നല്ല സ്മൂത്തായിട്ട്, റോഡിലെ ചെറിയ ചെറിയ ബാഡ് അഡ്മിലേഷൻസ് ആണെങ്കിലും വലിയ കുണ്ടും കുഴിയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട്. ഓ മാൻ, സ്ലിപ്പർ ക്ലച്ച്. ഐ തിങ്ക് ഈ വണ്ടിയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് USP എന്നെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഒരു യുണീക്കായിട്ടുള്ളൊരു എക്സോസ് നോട്ട് തന്നെയാണ് കേട്ടോ. പറയണം, ഒരു രക്ഷയില്ല. സൗണ്ട് മാൻ, ഒരു രക്ഷയില്ല. സൗണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പ്രീവിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെയിം 130 mm ട്രാവലുള്ള സസ്പെൻഷൻ തന്നെയാണ്. അതിലൊന്നും മാറ്റില്ല. അത് ഏറെക്കുറെ പഴയ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യണത്. ഫ്രണ്ട് സസ്പെൻഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രീവിയസിലും വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നണേ. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. എന്ത് കാണിക്കാൻ കൊല്ലാൻ നോക്കണം. ഈ വണ്ടി ഒരു കാലത്ത് ഒരു 6 മണിക്ക് 3 ഗ്യാപ്പ് റോഡ്. ഓ സ്വർഗം. ഗായ്സ്, ഓണസ്റ്റ്ലി പറയാലോ, എനിക്ക് ഈ ഒരു ക്ലച്ചിന്റെ സിറ്റുവേഷൻ, ഐ മീൻ ഈ ക്ലച്ചും ബ്രേക്കിലും അങ്ങോട്ടിരിക്കുന്ന അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. കുറേ ഓടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നമ്പ് ഫീൽ വരുന്നുണ്ട്. ടൂറിംഗ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചൊന്ന് പൊസിഷൻ മുകളിലേക്ക് വയ്ക്കാം.
ടൂർ ചെയ്യാൻ കൊള്ളുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ നല്ല രസമുണ്ട്. വണ്ടി അത്യാവശ്യം വലിച്ചെടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. സസ്പെൻഷൻ നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ തിരക്കേടൊന്നുമില്ല. പിന്നെ ഫ്ലിക്ക് ചെയ്യാനാണെങ്കിൽ നല്ല രസമാണ് കണ്ടോ. അതുപോലെയൊക്കെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഒരു 70-80 60 to 80 ആ ഒരു ലെവലിൽ അത്യാവശ്യം നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എടുത്ത് പറയണം, നല്ല ഈസിയറായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച് തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ വണ്ടി ആക്ച്വലി സിറ്റിയിലൊക്കെ ഹയർ ഗിയറിൽ ലോ സ്പീഡിൽ സുഖമായിട്ട് ഓടിക്കാം. നല്ല കംഫർട്ടബിളാണ്. എനിക്ക് തോന്നുന്നു ഈ CB350 പോലുള്ള വണ്ടികൾക്ക് പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ പറയണം വേണം, ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ജസ്റ്റ് പ്യുവർ ഇയർ ഗ്യാസം. പിന്നെ ബ്രേക്കിങ് സ്റ്റിൽ പഴയ പോലെ തന്നെ കേട്ടോ. ഒരു ബ്രേക്ക് പാഡ് മാറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണത്. ഇറ്റ് ഫീൽസ് മോർ ഓർ ലെസ് സെയിം ആസ് ബിഫോർ. ആ ഒരു പ്രോഗ്രസീവ്നെസ് ഇപ്പോഴും ഉണ്ട്. വണ്ടി തോന്നിയിടത്തേക്ക് നിൽക്കുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം 60 പോകുന്നത് കണ്ടോ. വണ്ടി ആ ഒരു പിടിക്കുമ്പോൾ ആ ഒരു സ്ലോ ആൻഡ് പ്രോഗ്രസീവായിട്ട് ഒരു അവാർഡോളം പോലെ ഭയങ്കര പ്രോഗ്രസീവായിട്ടേ നിൽക്കുള്ളൂ. സഡൻ ആയിട്ടൊന്നും നിൽക്കില്ല. ഓ ഷിറ്റ്. പിന്നെ റൈഡിങ് പൊസിഷൻ പറയണം, കംപ്ലീറ്റ്ലി ഒരു അപ്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊരു ലീൻ ഫ്രണ്ടിലേക്ക് ഉണ്ട്. ടൈറ്റ് ട്രാഫിക്കിലൊക്കെ സെക്കൻഡ് ഗിയർ സിനഫ്. ഓ ബാഡ് റോഡ്സ് ടെസ്റ്റ് ചെയ്യാൻ അമ്മേ വലിയ തിരക്കേടില്ല കേട്ടോ. ഓ മാൻ, സൗണ്ട് എന്ത് അഡിക്റ്റീവ് ആണോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റിലുള്ള കൈസ മോട്ടോഴ്സിന് കോൺടാക്ട് ചെയ്യുക. അവരാണ് നമ്മൾ എപ്പോഴും പോലെ റോയൽ എൻഫീൽഡ് വണ്ടികൾ അവരാണ് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം. നമുക്ക് ഈ വണ്ടിയൊക്കെ വേണമെങ്കിൽ വെറും ഇപ്പോൾ 5000 രൂപീസ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ഇറക്കാം കേട്ടോ. കാരണം പ്രൈസൊക്കെ കുറഞ്ഞില്ലേ. നേരത്തെ 5000 ആയിരുന്നു, ഇപ്പോഴും 5000 ഒക്കെ അടച്ചിട്ട് ഇറക്കാം. മന്ത്ലി ഉള്ളൊരു സ്കീം റഫ്ലി ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു അവസരം, അതായത് ഈ ഒരു പ്രൈസ് കട്ട് എന്നുള്ളത് നിങ്ങൾ മാക്സിമം മുതലെടുക്കാൻ നോക്കാം. നിങ്ങളിങ്ങനെ ഒരു വണ്ടി നോക്കുന്നുണ്ടല്ലേ. കാരണം മാനുഫാക്ചേഴ്സാണ്, അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ബെനിഫിറ്റ് അവരുടെ ആക്കാൻ നോക്കും. പയ്യെ പ്രൈസൊക്കെ കൂട്ടി വരാൻ ചാൻസ് ഉണ്ട്. സോ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുക. എൻ്റെ പൊന്നെ, ഇതെന്താണിത്? ഫിഗർ വളയ്ക്കാൻ ഒരു ഏക്കറാ കണക്കിന്. സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഒരു സെൻറ്റ് വേണമല്ലോ. ഗായ്സ്, അത്യാവശ്യം ഹൈവേയിൽ പൊളിച്ചെടുക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം ക്രൂസ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൂസ് ചെയ്ത് പോവാണ്. നൈസ്. ഒരു വിൻവൈസർ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയാനേ എന്നുള്ളൊരു തോട്ടുണ്ട്. കാരണം ഒരുപാട് കാറ്റ് മേത്തേക്ക് അടിക്കുന്നൊരു ഫീൽ വരുന്നുണ്ട്. ആൻഡ് ദിസ് സൗണ്ട് ഇസ് അഡിക്റ്റീവ് മാൻ. ഞാൻ ഈ വീഡിയോയിൽ എത്ര പ്രാവശ്യം ഈ സൗണ്ട് അഡിക്റ്റീവ് എന്ന് പറഞ്ഞ് എനിക്കറിയില്ല. ഓ ഷിറ്റ്. തേർഡ് ഗിയർ ആണ് ഈ വണ്ടിയുടെ ഏറ്റവും സ്വീറ്റ് സ്പോട്ട്. തേർഡ് ഗിയറിൽ ഇങ്ങനെ നടന്ന് കളിക്കാൻ ഇതുപോലെ കണ്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. വേറെ റൈഡ് റിവ്യൂ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ വേണമെങ്കിൽ ആ ഒരു കളർ ജസ്റ്റ് കാണിച്ചു തരാം. സ്ക്രാമിനൊക്കെ നല്ല പണി കിട്ടി കേട്ടോ. ഏത് പണി? റീകോൾ പണിയല്ല, വീണ്ടും പണി കിട്ടി. സ്ക്രാം ഒന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്താ അടുത്ത പണി. വേറൊന്നുമല്ല, GST 350 cc മേലെ വണ്ടി വില കൂടിയല്ലോ. ഇതിന് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസിന് ഇപ്പോൾ 2,50,000 നിന്ന് 2,80,000 ആയി. പിന്നെ ആ ടോപ്പ് മോഡൽ, അതായത് ഈ ഇരിക്കുന്ന മോഡൽ, സ്പോക്ക് വീല് അല്ലാത്ത മോഡൽ, ഇതിന് ഏകദേശം ഇപ്പോൾ കറക്റ്റ് 3 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് ആയിട്ടുണ്ട്. ഹാപ്പി.